യുഎയിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ നുകരാൻ വിദ്യാലയങ്ങളിൽ പുതുതായി എത്തിച്ചേർന്നത്. യുഎയിൽ ഇന്ന് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്നത് നൂറുകണക്കിന് കുട്ടികളാണ്. പുത്തൻ യൂണിഫോം അണിഞ്ഞ് പുതിയ പുസ്തകങ്ങളും ബാഗുമായി അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിലെത്തി. KG ക്ലാസ്സുകളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വിപുലമായ പരിപാടികളാണ് സ്കൂളുകളിൽ ഒരുക്കിയത്. സ്കൂളും ക്ലാസ് മുറികളും തോരണങ്ങൾ കൊണ്ടും ബലൂണുകൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ആദ്യമായി സ്കൂളിലെത്തിയതിന്റെ സന്തോഷവും സങ്കടവും ഒരുമിച്ച് KG കുട്ടികളിൽ കാണാനായി. ദുബായ് ഭവൻസ് പേൾ വിസ്ഡം സ്കൂൾ കുട്ടികളെ സ്വീകരിക്കാൻ നേരത്തെ ഒരുങ്ങിയിരുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഈ ഒരു മാസം ഇൻ മാർച്ച് നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻസ്, ടീച്ചേഴ്സ് ആണെങ്കിൽ പ്ലാനിങ് സെഷൻസ്, ട്രെയിനിങ് സെഷൻസ്, പിന്നെ ഇവരെല്ലാം ഇഫ് യു ലുക്ക് അറൗണ്ട് യു ക്യാൻ സീ ദ ബോർഡ്സ് ആൻഡ് ഇൻസൈഡ് ദ ക്ലാസ് റൂംസ്. അവർ ഭയങ്കര നന്നായിട്ട് ടീച്ചേഴ്സ് കുട്ടികളുടെ അവരുടെ ഒരു എന്താ പറയുക ടാലൻസ് കണ്ടുപിടിക്കാനും, ഈ ഒരു ഫസ്റ്റ് വീക്ക് ആണല്ലോ ശരിക്കും നമ്മൾ ഒരുപാട് പുതിയ കുട്ടികൾ വരുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ക്ലാസ്സിൽ നിന്ന് എപ്പോഴും ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മുടെ പുതിയ സ്കൂൾ ആയതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയും ഈ ഫസ്റ്റ് ബാച്ച് ഓഫ് ചിൽഡ്രൻ അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്പേസസ് ഒക്യുപ്പൈ ചെയ്യുന്ന അവരാണ് എപ്പോഴും. ഇന്ത്യൻ പാഠ്യപദ്ധതി പിന്തുടരുന്ന യുഎയിലെ വിദ്യാലയങ്ങളിലാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. രാജ്യത്ത് CBSE, ICSE, കേരള സിലബസ് പിന്തുടരുന്ന 100-ലേറെ സ്കൂളുകളാണുള്ളത്. ഗൾഫിലെ സ്കൂളുകളിൽ മധ്യവേനൽ അവധി ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായതിനാലാണ് ഇന്ത്യൻ സ്കൂളുകളിൽ ഏപ്രിലിൽ തന്നെ അധ്യയനം തുടങ്ങുന്നത്. വാർഷിക പരീക്ഷയും ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 3 ആഴ്ചത്തെ അവധിക്ക് ശേഷമാണ് സ്കൂളുകൾ പഠനച്ചൂടിലേക്ക് കടന്നത്. I'm so excited to welcome our new batch for KG, and we have prepared a lot of things. Our curriculum is new. NCF, we have taken the NCF framework, which is I give a lot of opportunities to children to learn. So if you'll see in the classrooms also, we have a lot of learning opportunities. പ്രാദേശിക വിദേശ സിലബസ് സ്കൂളുകൾ 3ാം പാദ പഠനത്തിലേക്കാണ് കിടക്കുന്നത്. ഇവർക്ക് ജൂണിലാണ് വാർഷിക പരീക്ഷ. ഈ സ്കൂളുകളുടെ പുതിയ അധ്യയന വർഷം സെപ്റ്റംബറിലാണ്. നാട്ടിലെ പോലെ തന്നെ കരഞ്ഞുകൊണ്ടാണ് കുട്ടികളുടെ അധ്യയന വർഷത്തിന് പ്രവാസ ലോകത്തും തുടക്കമായിരിക്കുന്നത്. ഇവർ വേഗം പഠിച്ച് മിടുക്കരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്.